വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണത്തിന്റെ തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ നിന്നാണെന്ന പോലീസ് റിപ്പോർട്ട് രാഷ്ട്രീയായുധമാക്കി UDF. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തിന് സമാനമായ CPM നടപടിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. KK ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് തെറ്റായിപ്പോയെന്ന വടകരയിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ തുറന്ന് സമ്മതിച്ചു. വിവാദത്തിന്റെ തുടക്കം മുതൽ UDF ഉന്നയിക്കുന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ട്. സമൂഹത്തെ രണ്ടാക്കി വെട്ടിമുറിക്കാനായിരുന്നു CPM ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. ഹൈക്കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിവാദമായ കാഫിർ പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും അവലംബിക്കും എന്നാണ് CPM ഇതോടുകൂടി തെളിയിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങൾ നിയമപരമായി ഈ കാര്യത്തിൽ അവസാനം കാണുന്നവരെ പോരാടും. CPM പങ്ക് വ്യക്തമായെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ഷാഫി പറമ്പിൽ. കോടതി പറയുന്നത് കൊണ്ട് മാത്രം സ്ലോ മോഷൻ പേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാവുന്നതിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സജീവ അടിമുടി CPM പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട്. ഏത് ഫാക്ടറിയിലാണ് ഈ നുണബോംബ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി കേരളത്തിലെ പോലീസ് ജനങ്ങളോട് പറഞ്ഞേ ഒക്കൂ. കുറ്റവാളികളെ നിയമപരമായി തന്നെ നേരിടുമെന്ന് മുസ്ലിം ലീഗ്. നിരന്തരമായി നീതിന്യായ പീഠത്തോടൊപ്പം ഞങ്ങൾ സമീപിക്കും. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുവരെ, അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ വഴിയിലൂടെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും പോഷക സംഘടനകളും മുന്നോട്ട് പോകും. കാഫിർ പോസ്റ്റ് നിർമ്മിച്ചവർ ആരാണെങ്കിലും പിടിക്കപ്പെടണമെന്ന് KK ശൈലജ ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ടിലെ സൈബർ ഗ്രൂപ്പുകൾ CPMൻ്റെതല്ലെന്നും കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും അന്വേഷിക്കണമെന്നും KK ശൈലജ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കോഴിക്കോട്.